നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരവിക്കുന്ന തണുപ്പൊക്കെ പഴങ്കഥ. ചൂടിൽ വെന്തുരുകുന്ന നാടായി മാറിയിരിക്കുകയാണ് യൂറോപ്പ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കടന്നു പോകുന്നത്. യൂറോപ്പിൽ നിന്ന് വരുന്ന വാർത്ത പലയിടത്തും ചൂട് സഹിക്കാൻ വയ്യാതെ പല ആളുകളും മരിച്ചു വീഴുന്ന വാർത്തകളാണ്. കൊടുംചൂടിൽ വെന്തുരുകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനങ്ങൾ നട്ടം തിരിയുന്ന കാഴ്ച. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും താപനില ഇപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നു. തണുത്ത പ്രസന്നമായ കാലാവസ്ഥ വളരെ പെട്ടെന്നാണ് അസഹനീയമായ ചൂടിലേക്ക് വഴിമാറിയത്. മാറിയ കാലാവസ്ഥയിൽ പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ. ആഗോള താപനത്തിന്റെ ഫലമായുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂക്ഷ ഫലങ്ങളാണ് ഇപ്പോൾ യൂറോപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത്യപൂർവമായ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ജനജീവിതം തന്നെ സ്തംഭിച്ച അവസ്ഥയാണുള്ളത്. പല പ്രദേശങ്ങളിലെയും സ്കൂളുകളും ഓഫീസുകളും കടുത്ത ചൂടിനെ തുടർന്ന് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. വീടിനുള്ളിൽ തന്നെ ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യമാണുള്ളതെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ചൂട് ഒരു നിശബ്ദ കൊലയാളി എന്നാണ് ഉഷ്ണതരംഗത്തെ ലോകാരോഗ്യ സംഘടന തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജൂൺ 21 ശേഷം 1300-ലേറെ ആളുകളാണ് കടുത്ത ചൂടിൽ മരിച്ചിരിക്കുന്നത്. അതായത് കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ 1300-ലധികം ആളുകൾ അവിടെ മരിച്ചു കഴിഞ്ഞു. ഇതിൽ 1000-ഓളം മരണങ്ങൾ ഫ്രാൻസിലാണ് സംഭവിച്ചിരിക്കുന്നത്. മരിച്ചവരിൽ 85% 65 വയസ്സിന് മുകളിലുള്ളവരാണ്. കെയർ ഹോമുകളിലും വീടുകളിലും കഴിയുന്ന പ്രായമായവരാണ് മരിച്ചവരിലേറെയും. താപനില 42 ഡിഗ്രിയോടടുത്ത ജർമ്മനിയിലും ചെക്ക് റിപ്പബ്ലിക്കിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. UK-യിൽ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. സ്പെയിൻ, ഇറ്റലി, പോളണ്ട്, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. റോം, വെനീസ്, മിലാൻ ഉൾപ്പെടെയുള്ള 18 ഇറ്റാലിയൻ നഗരങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂറോപ്പിലാകെ 854 നഗരങ്ങളിലാണ് അസാധാരണമായ ചൂട് രേഖപ്പെടുത്തിയത്. യൂറോപ്പിലെ ആകെ ജനസംഖ്യയിൽ 30% ഈ നഗരങ്ങളിലാണ് വസിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും നെതർലാൻഡ്സ്, ബെൽജിയം തുടങ്ങിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഉഷ്ണതരംഗം രൂക്ഷമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ മുന്നറിയിപ്പ്. ഹീറ്റ് ഡോം അല്ലെങ്കിൽ ഒമേഗ ബ്ലോക്ക് എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങളെ തുടർന്നാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ യൂറോപ്പിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്. ഇനി എന്താണ് ഈ പ്രതിഭാസം എന്ന് പരിശോധിക്കാം. ഇതെങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിക്കുന്നു? ചൂടുള്ള വായുവിനെ പുറത്തു കടക്കാനാകാത്ത വിധത്തിൽ തടഞ്ഞു വെക്കുന്ന പ്രതിഭാസമാണ് ഇവ. അന്തരീക്ഷത്തിലെ വായുവിന് ഉയർന്നു പോകുന്നതിൽ നിന്നും സ്വയം തണുക്കുന്നതിൽ നിന്നും ഇത് തടയുന്നു. മേഘരൂപീകരണം ഇല്ലാതാകുകയും ഭൗമോപരിതലത്തിലെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് യൂറോപ്പിന് ഭീഷണിയായി മാറുന്നത്. ജൂൺ 21 മുതൽ ഇതുവരെയുള്ള കണക്കുകളിലാണ് 1000-ഓളം ആളുകൾ മരിച്ചിരിക്കുന്നത്. അതായത് ഇനിയും വരും ദിവസങ്ങളിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വളരെ ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പാണ് ലോകാരോഗ്യ സംഘടനയടക്കം വിലയിരുത്തി പുറത്തേക്ക് വിടുന്നത്. ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം റെക്കോർഡ് താപനിലയാണ് രേഖപ്പെടുത്തിയത്, 41.7 ഡിഗ്രി സെൽഷ്യസ്. ഫ്രാൻസ്, ബ്രിട്ടൻ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിലെ ജനങ്ങൾ കൊടുംചൂടിൽ വലയുകയാണ്. ഇതിനു പുറമെ സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളും ശക്തമായ കാട്ടുതീ ഭീഷണിയിലുമാണ്. റോം, വെനീസ്, മിലാൻ ഉൾപ്പെടെയുള്ള 18 ഇറ്റാലിയൻ നഗരങ്ങളിലും നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന ഈ കൊടും ചൂടിനെ വിശേഷിപ്പിച്ചതാണ് നിശബ്ദ കൊലയാളി എന്ന്. പല സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ജനജീവിതത്തെ താറുമാറാക്കിയ കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് യൂറോപ്പിൽ ഇതുവരെ 1500-ഓളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇതിൽ 1300 മരണങ്ങൾ ഫ്രാൻസിലാണ്. യൂറോപ്പിലെ പല നദികളും വറ്റിവരണ്ടു. വെള്ളമുള്ള നദികളിൽ ചൂടിൽ നിന്നും ആശ്വാസം തേടാനെത്തുന്നവർ വർദ്ധിച്ചതോടെ മുങ്ങി മരണങ്ങളും പതിവായി. 65 വയസ്സിന് മുകളിലുള്ള നിരവധി പേരാണ് കൊടും ചൂട് സഹിക്കാനാവാതെ മരിച്ചു വീഴുന്ന കാഴ്ച കാണുന്നത്. ആരോഗ്യരംഗവും കടുത്ത പ്രതിസന്ധിയിലാണ്. കാരണം ആശുപത്രികളിൽ രോഗികൾ നിറഞ്ഞു. ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ 1/3 വർധനമാണ് ഉണ്ടായത്. ജർമ്മനിയിൽ ചൂടിൽ നിന്ന് ആശ്വാസം തേടി നദികളിലും തടാകങ്ങളിലും ഇറങ്ങിയ നിരവധി പേർ മുങ്ങി മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. യൂറോപ്യൻ വീടുകൾ, ജോലി സ്ഥലങ്ങൾ, സ്കൂളുകൾ എന്നിവ കൂടിയ താപനിലയ്ക്ക് അനുസരിച്ച് നിർമ്മിച്ചതല്ലാത്തതിനാൽ കാലാവസ്ഥാ വ്യതിയാനം കടുത്ത പ്രതിസന്ധിയാണ് ഈ രാജ്യങ്ങളിൽ സൃഷ്ടിക്കുന്നത്.
യൂറോപ്പിന്റെ അത്യാധുനിക അടിസ്ഥാന സംവിധാനങ്ങൾക്കും ഉഷ്ണതരംഗം ഭീഷണിയാണ്. ജർമ്മനിയിലെ പ്രശസ്തമായ ഓട്ടോബാൻ ഹൈവേയിലെ കോൺക്രീറ്റ് പാളികൾ കൊടും ചൂടിൽ വിണ്ടുകീറിയതിനെ തുടർന്ന് ഗതാഗതത്തെ പൂർണ്ണമായും ബാധിച്ചിട്ടുണ്ട്. ചൂടിനെ തുടർന്ന് റെയിൽവേ ട്രാക്കുകളിലെ ലോഹങ്ങൾ വളയുകയും ട്രെയിൻ ഗതാഗതം റദ്ദാക്കുകയും ചെയ്തു. കടുത്ത ചൂടുകാറ്റിനെ തുടർന്ന് നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്തു. ഊർജ്ജോപഭോഗം കുതിച്ചുയരുന്ന സാഹചര്യമാണ് പലയിടത്തുമുള്ളത്. ഉഷ്ണതരംഗം കിഴക്കൻ യൂറോപ്പിലേക്കും യുക്രൈനിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന താപനില മനുഷ്യ ശരീരത്തിൽ നിരവധി മാറ്റങ്ങളാണ് വരുത്തുന്നത്. കടുത്ത സമ്മർദ്ദമാണ് ചൂടിനെ നേരിടുന്ന മനുഷ്യ ശരീരം അഭിമുഖീകരിക്കുന്നത്. ശരീരം തണുപ്പിക്കുന്നതിനായി ഹൃദയം കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നു. നിർജ്ജലീകരണം തടയുന്നതിനായി വൃക്കകൾ അധിക ജോലി ചെയ്യേണ്ടി വരുന്നു. നീണ്ടു നിൽക്കുന്ന നിർജ്ജലീകരണം ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ, പ്രമേഹ രോഗികൾ, ആസ്മയുള്ളവർ തുടങ്ങിയ അവസ്ഥയിലുള്ളവർക്കും കടുത്ത ചൂട് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ചികിത്സ വൈകിയാൽ മരണനിരക്ക് കൂടുതലുള്ള ഒരു മെഡിക്കൽ അടിയന്തരാവസ്ഥയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തലകറക്കം, ക്ഷീണം, പേശി വലിവ്, ആശയക്കുഴപ്പം എന്നിവ ഹീറ്റ് സ്ട്രോക്കിന്റെ ആദ്യ ലക്ഷണങ്ങളാകാം. ആഗോള ശരാശരിയേക്കാൾ ഇരട്ടി വേഗത്തിലാണ് യൂറോപ്പിൽ താപനില ഉയരുന്നത്. 1980-കൾ മുതലാണ് യൂറോപ്പിലെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങിയത്. 1980 വരെ ചൂട് ഒരു പരിധിക്കപ്പുറം വർദ്ധിച്ചിരുന്നില്ല. എന്നാൽ 1980-ന് ശേഷം ക്രമാതീതമായി താപനില ഉയരാൻ തുടങ്ങി. പിന്നീട് ഓരോ വർഷവും താപനില പുതിയ റെക്കോർഡുകളിലേക്ക് എത്തി. ഇതേ വിധത്തിൽ ആഗോള താപനം തുടർന്നാണ് ഭാവിയിലും കടുത്ത കാലാവസ്ഥാ മാറ്റങ്ങളായിരിക്കും യൂറോപ്പിനെ കാത്തിരിക്കുന്നത്. ആഗോള കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കിയില്ലെങ്കിൽ കടുത്ത കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ കീഴടക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ യൂറോപ്പിൽ പരക്കെ ശക്തമായ ഇടിമിന്നലും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്നും ഇത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.